Hi dear friends, welcome back to our channel Denu Honey Rose Beauty World. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തതിൻ്റെ ബാലൻസ് ആണ്. സ്മൂത്തനിങ് ചെയ്തതിൻ്റെ ക്രീം ആപ്ലിക്കേഷൻ വരെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ 20 മിനിറ്റ്സ് വരെയാണ് ഞാൻ ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഹെയറിനനുസരിച്ചായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. കുറച്ച് പേർക്ക് 20 മിനിറ്റ്സിൽ തന്നെ നമുക്ക് കറക്റ്റ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് ചിലപ്പോൾ 30 മിനിറ്റ്സ് എടുക്കാം, ചിലപ്പോൾ 35 എടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഹെയറിനെ ഡിപ്പെൻഡ്സ് ചെയ്തായിരിക്കും നമുക്ക് പ്രോസസ്സിങ് ടൈം വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഷിംഗ് ആണ്. അപ്പോൾ ക്രീം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഷാമ്പു ഉപയോഗിച്ചല്ല വാഷ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഹെയർ ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന പ്രോസസ്സിങ്, അതായത് നന്നായിട്ട് ക്രീം ഇമ്മൾസിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഹെയറിലൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ആ ക്രീമെല്ലാം നന്നായിട്ടൊരു ഇമൾസിഫൈ ആവുന്ന ലെവൽ നമുക്ക് അറിയാൻ പറ്റും. നന്നായിട്ട് ഇമൾസിഫൈ ചെയ്ത് നമ്മുടെ ഹെയറിലോട്ട് പെനട്രേറ്റ് ആകുന്ന ലെവൽ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം വേണം നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ടത്. ഒരിക്കലും ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ പോകരുത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യുന്നതിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ജസ്റ്റ് ഒരു വാഷ് ചെയ്ത് എണീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലോ അല്ലെങ്കിൽ ഹെയറിലോ എവിടെയെങ്കിലുമൊക്കെ ക്രീം ഉണ്ടാകാൻ ചാൻസ് കൂടുതലായിരിക്കും. അതിന് പുറമേ തന്നെ നമ്മൾ അയണിങ്ങും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കളയണം. നല്ല രീതിയിൽ, അത് നമ്മൾ സാധാരണ വാഷ് ചെയ്യുമ്പോൾ എല്ലാം ഒരു 5-6 പ്രാവശ്യമായിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്താൽ മാത്രമേ ആ ഹെയർ ക്രീം ഫുള്ള് നമ്മുടെ ഹെയറിൽ നിന്നും പോകത്തുള്ളൂ. അതിനുശേഷം ഞാൻ എക്സ്റ്റൻസയുടെ ഒരു മാസ്ക് ആണ്. അപ്പോൾ ഇത് നമുക്ക് അതിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഈ മാസ്ക് നമ്മുടെ കസ്റ്റമറുടെ ഹെയറിൽ ഫുള്ളായിട്ട് ഹെയറിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടോ എന്നിട്ട് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ മാസ്ക് അപ്ലൈ ചെയ്യുക. മാസ്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ പൊട്ടൽ, അതായത് നമ്മുടെ ഹെയർ പൊട്ടുന്നത് തടയാനും ഒക്കെ നമുക്ക് സഹായിക്കും. അതുമാത്രമല്ല, ഹെയർ നമ്മളിപ്പോൾ അയൺ ചെയ്യുമ്പോൾ മാസ്ക് ഒന്നും ഉപയോഗിക്കാൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഞാനത് പറയാൻ കാരണം, കുറച്ച് പേർ ഈ മാസ്ക് അപ്ലൈ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം. അപ്പോൾ എപ്പോഴും നമ്മൾ സ്മൂത്തനിങ് ക്രീം അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം, വാഷ് ചെയ്തതിന് ശേഷം മാസ്ക് അപ്ലൈ ചെയ്യുക. മാസ്ക് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒരു മസാജൊക്കെ കൊടുത്ത് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഹെയർ നല്ല സ്മൂത്ത് ആകും. അതിനുശേഷം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയണം. അപ്പോൾ ക്രീം നമ്മുടെ ഹെയറിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ സ്മൂത്തനിങ് കഴിയുമ്പോൾ നമ്മുടെ ഹെയറിൽ ക്രീം ഇരിക്കുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അറിയാതെ അതിൻ്റെ പുറത്ത് അയൺ ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഹെയറിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മുടി പൊട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞ് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഹെയർ വാഷ് ചെയ്യുക. ക്രീമെല്ലാം പോയി എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഡ്രയർ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് ഹെയർ ഒന്ന്, ഞാനിവിടെ ഒരു 75% വരെ ഞാനിവിടെ ഹെയർ ഒന്ന് ഡ്രയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ വീഡിയോ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് സ്കിപ്പായിപ്പോയി. സോറി കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ എഡിറ്റിങ്ങിനാണ് നോക്കിയപ്പോഴാണ് എനിക്ക് ആ വീഡിയോ ഇല്ലാഞ്ഞത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഡ്രയർ ഉപയോഗിച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ അയൺ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അയൺ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ ഓരോ സെക്ഷനായിട്ട് ചെറിയ ചെറിയ സെക്ഷനായിട്ടാണ് എടുത്ത് അയൺ ചെയ്യുന്നത്. അപ്പോൾ അയൺ ചെയ്യുന്നത് ഞാനിവിടെ ഇട്ടിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 210 ആണ്. 210 അല്ലെങ്കിൽ 230 നമുക്ക് ഹീറ്റ് കൊടുക്കാം. അപ്പോൾ 230 നമുക്ക് കുറച്ചുകൂടി നല്ല കേളി ഹെയറിലാണെങ്കിൽ 230 നമുക്കിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 210 ഇട്ടാണ് ഞാനിവിടെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും അയൺ മെഷീൻ, ഞാൻ ഐക്കോണിക്കിൻ്റെ അയൺ മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മെഷീനിൽ അതിൻ്റെ കറക്റ്റ് ടൈമിങ്ങും കറക്റ്റ് അതിൻ്റെ ഡിഗ്രി എല്ലാം കറക്റ്റ് സെറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം സെറ്റിങ്സ് ചെയ്യാനായിട്ട്.
പിന്നെ വേറൊന്നെന്ന് പറയുന്നത് നമ്മൾ അയൺ ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ തട്ടാതെ തന്നെ അയൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ തിൻ ലെയറായിട്ട് എടുക്കുക. തിൻ ലെയറായിട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ ഓയിലിന്ന് നമ്മൾ അയൺ ചെയ്യുമ്പോൾ പ്രത്യേകം ആദ്യം അവിടുത്തെ പോർഷനിൽ നന്നായിട്ട് അയണിങ് ചെയ്ത് വേണം താഴോട്ട് കൊണ്ടുവരാൻ. അല്ലാതെ ഒറ്റ സ്റ്റെപ്പിന് നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് വലിക്കരുത്. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മുടിയുടെ കറക്റ്റ് കിട്ടത്തില്ല, അതുപോലെ കറക്റ്റ് അയണിങ് കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നും പതിയെ ആദ്യം ഒരു 5-6 പ്രാവശ്യം അവിടെ ആയിട്ട് നന്നായിട്ട് നമ്മൾ പിടിച്ചും കൊണ്ട് അയൺ ചെയ്യണം. ഇതേപോലെ ആയിരിക്കണം അയൺ ചെയ്യേണ്ടത്. എന്നതിന് ശേഷം വേണം താഴോട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മുകളിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം അത് നമ്മൾ ചെയ്തു പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലൊന്ന് ലെക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു കൗണ്ടിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ 5 വട്ടം ചിലപ്പോൾ 10 വട്ടമൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നു. നമ്മുടെ അയൺ മെഷീൻ വെച്ച് നമ്മളൊന്ന് പാസ് ചെയ്ത് വിടണം. അതുപോലെ ആയിരിക്കണം നമ്മൾ താഴോട്ട് വരുമ്പോഴും പാസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് അയൺ നല്ലൊരു ഫിനിഷിംഗ് ലുക്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നല്ലൊരു ഗ്ലേസിങ് ലുക്കും ഫിനിഷിംഗ് ലുക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അയൺ ചെയ്യുന്ന രീതിയിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ ഫുൾ ഹെയർ നമുക്ക് അയൺ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഫുൾ ഹെയർ അയൺ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷൻ നിങ്ങൾക്കൊന്ന് കാണിക്കുന്നതാണ്. അത് ഞാൻ മുകളിൽ നിന്ന്, അതായത് ഹൈറ്റ് എടുത്തിട്ട് ബാക്കിലോട്ടാണ് ഞാൻ എടുക്കുന്നത്. അതായത് ചിലർ നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്ന ഒരു ലെവലുണ്ടാകും. ചിലപ്പോൾ അത് അവർക്ക് ഫേസിന് ചേരുന്നതായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ മുകളിലേക്കാണ് ഞാൻ അയൺ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഫുൾ ഹെയർ അയൺ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ എക്സ്റ്റൻസറുടെ ന്യൂട്രലൈസറാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അപ്പോൾ അത് നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള ന്യൂട്രലൈസർ നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ബൗളിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ എൻ്റെ ആ ഹെയറിന് ആവശ്യമുള്ള ഹെയർ നല്ല ലെങ്താണ്, തിക്നെസ്സും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രീമാണ് ഞാനിവിടെ ബൗളിലേക്ക് മാറ്റുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഹെയറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ക്രീമാണ്. അപ്പോൾ ഈ ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ലെയറായിട്ട് തന്നെ നമ്മൾ എടുക്കുക. ഓരോ ലെയറായിട്ട് എടുത്ത് തന്നെ നമ്മുടെ ഈ ക്രീം ആപ്ലിക്കേഷൻ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണം. ഒരിക്കലും സ്കാൽപ്പിൽ തട്ടാൻ പാടില്ല. സ്കാൽപ്പിൽ നിന്ന് ജസ്റ്റ് 1 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ട് വേണം നമ്മുടെ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ക്രീം ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് നന്നായിട്ട് അതിലേക്ക് ഓരോ, അതായത് അവിടെ എവിടെയായിട്ട് കുറച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് തന്നെ അത് പെൻട്രേറ്റ് ചെയ്ത് വിട്ടു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഹെയറിൻ്റെ എല്ലായിടത്തും നല്ല രീതിയിൽ ഹെയറിൽ ക്രീം പറ്റും. അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. മാക്സിമം 10 മിനിറ്റ്സ് മതിയാകും. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് വാഷ് ചെയ്യാം. അപ്പം വാഷ് ചെയ്യുന്ന രീതിയും പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. ഇമൽസിഫൈ ചെയ്യുക, ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ ക്രീം ആപ്ലിക്കേഷൻ ഫുൾ ഹെയറിൽ ഇങ്ങനെ ഓരോ ലെയറായിട്ട് എടുത്ത് തന്നെയാണ് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നതൊക്കെ ഞാൻ സ്പീഡപ്പിനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ന്യൂട്രലൈസർ ആകുമ്പോൾ നമ്മുടെ ഹെയറിൽ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അതിൻ്റെ പോഴ്സ് ക്ലോസ് ചെയ്യാനാണ് നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നേരത്തെ നമ്മൾ വാഷ് ചെയ്ത അതേ പ്രോസസ്സിങ് തന്നെയാണ് ഈ കാണിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ വെള്ളം വെച്ചൊന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം ക്രീം നന്നായിട്ട് ഇമൽസിഫൈ ചെയ്ത് വേണം വാഷ് ചെയ്ത് കളയേണ്ടത്. ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ക്രീം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തതുപോലെ തന്നെയാണ് മാസ്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാസ്ക് ഹെയറിൽ ഫുള്ള് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ഞാൻ വാഷൊക്കെ കഴിഞ്ഞു. ചെയ്തതിന് ശേഷം ഡ്രയർ ഉപയോഗിച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇനി ഈ ഹെയർ നന്നായിട്ട് ഉണക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫിനിഷിംഗ് ലുക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മൂത്തനിങ്ങിൻ്റെ വർക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും സ്മൂത്തനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലായെങ്കിൽ നിങ്ങളെല്ലാവരുടെയും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.